മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന പാഠം സ്മൃതി അല്ലേ, സഞ്ജയൻ എന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സ്മൃതി എന്ന ലെസൺ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഏതാണ് പാഠം? സ്മൃതി. സ്മൃതിയുടെ അർത്ഥം എന്താണ്? സ്മൃതി. സ്മൃതി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഓർമ്മ. സ്മൃതി, ഓർമ്മ. അപ്പോ ആരായിരുന്നു ലേഖകന്റെ പേരെന്താണ്? ശ്രീരാം ശർമ്മ. ലേഖകന്റെ പേരെന്താ? ശ്രീരാം ശർമ്മ. ഓക്കെ. അപ്പൊ നമ്മള് ഇതിനകത്ത് ആ കുട്ടികൾ ഗ്രാമത്തിൽ പോയി കളിച്ചുകൊണ്ടിരിക്കുക. ലേഖകൻ തന്റെ കുട്ടിക്കാലത്തെ ചില ഓർമ്മകളാണ് ഈ പാഠഭാഗത്തിൽ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എന്താണ്, കുട്ടിക്കാലത്ത് ഗ്രാമത്തിന് വെളിയിൽ പോയി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആരോ, ഇപ്പൊ നമ്മൾ കളിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും പറഞ്ഞു വിടുന്ന പോലെ, അവനെ അവിടെ കളിക്കാൻ ഇരിപ്പുണ്ടോ, ഒന്ന് വേഗം വരാൻ പറയും എന്ന് പറയുന്ന പോലെ ലേഖകനെയും വിളിക്കാനായിട്ട് അവിടേക്ക് ആള് വന്നു. അങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന സമയത്ത് എന്താണ്, ചേട്ടന്റെ കയ്യിൽ നിന്ന് അടി കിട്ടും എന്ന് പേടിച്ചിട്ടാണ് ഓടി വന്നത്. പക്ഷെ വന്നപ്പോഴെന്താണ്, ചേട്ടൻ മുറ്റത്തിരുന്നിട്ട് കത്തെഴുതുകയാണ്. അപ്പൊ ഈ പെട്ടെന്ന് പറഞ്ഞു, മഖൻപൂർ പോസ്റ്റ് ഓഫീസിൽ ഇത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂടി, മൂത്ത ആളെയും ഇളയ ആളെയും കൂടി ആ മഖൻപൂർ പോസ്റ്റ് ഓഫീസിലേക്ക് വിട്ടു. അപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ചവയ്ക്കാനായിട്ട്, കുറിക്കുവാനായിട്ട് അമ്മ കടലയൊക്കെ കയ്യിൽ കൊടുത്തു. കത്തുകൾ എന്ത് ചെയ്തു, തൊപ്പിയുടെ അകത്ത് വെച്ചിട്ടാണ്, കോട്ടിന് പോക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് തൊപ്പിയുടെ അകത്ത് വെച്ചിട്ടാണ് രണ്ടുപേരും കൂടി അങ്ങോട്ട് പോയത്, പോസ്റ്റ് ഓഫീസിലേക്ക് പോയത്. പോകുന്ന വഴിയിൽ പല പല കാര്യങ്ങളും പറയുകയാണ്. സ്കൂളിൽ പോകുന്നത് ഇതേ വഴിയിലാണ്, മഖൻപൂരിലാണ് സ്കൂളിലേക്ക് പോകുന്നത്, ആ വഴിയിലൂടെയാണ്. പോകുന്ന സമയത്ത് പല സ്ഥലത്തു നിന്നും മാങ്ങ പറിക്കും. കയ്യിലെപ്പോഴും വടികൾ കാണും. എന്തിനാണ് വഴി കാണുന്ന പാമ്പിനെയൊക്കെ, കാട്ട പ്രദേശമാണ്. പോകുന്ന സമയത്ത് പല പാമ്പുകളും അവരുടെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് മരിച്ചു പോയിട്ടുണ്ട്, അതായത് തല്ലിക്കൊന്നിട്ടുണ്ട്, ആ വടി കൊണ്ട് തല്ലിക്കൊന്നിട്ടുണ്ട്. അതുപോലെ പല സ്ഥലത്തു നിന്നും മാങ്ങ പറിക്കുവാനായിട്ട്, തല്ലാനായിട്ട് ആ വടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴും രണ്ടുപേരും എന്താണ്, വടിയെടുത്തുകൊണ്ട് മുന്നോട്ട് ഓടി. അപ്പോൾ ഗ്രാമത്തിന്റെ വെളിയിലുള്ളൊരു കിണറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു പാമ്പുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് 1-2 മാസമേ ആയിട്ടുള്ളൂ. കാരണം ഒരു ദിവസം ഇതുപോലെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു കല്ലെടുത്ത് എറിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്, അതിനുള്ളിൽ നിന്ന് ഇങ്ങനെ പാമ്പിന്റെ ശബ്ദം, പാമ്പ് എൻ്റെ സീൽക്കാരം കേട്ടു. അപ്പോൾ വീണ്ടും വീണ്ടും എല്ലാ ദിവസവും കല്ലെടുത്ത് അതിനകത്തേക്ക് എറിയുന്നത് ഒരു എന്താണ്, അവരുടെ ദൈനംദിന പ്രവൃത്തിയായിട്ട് മാറി. സ്കൂളിൽ പോകുന്ന സമയത്ത് അതൊരു പരിപാടിയായിട്ട് മാറി. हम दोनों उछलते कूदते एक ही सांस में गांव से 4 फरलों दूर उस कुएं के पास आ गए, जिसमें एक अति भयंकर काला सा पड़ा हुआ था। कुआं कच्चा था और 24 हाथ गहरा था. उसमें पानी न था. അതായത് അവർ രണ്ടുപേരും ഒറ്റ ഓട്ടത്തിന് ഗ്രാമത്തിന് വെളിയിലുള്ള 4 ഫർലോങ് ദൂരെ ഓടി ആ കിണറിന്റെ അടുത്തെത്തി. അതിനകത്താണ് ഏറ്റവും വലിയൊരു പാമ്പ്, സർപ്പം താമസിച്ചിരുന്നത്. ആ എന്താണ് അത് എങ്ങനെയുള്ള കിണറാണ്? ഉപയോഗശൂന്യമായിട്ടുള്ളതാണ്. 10-24 അടിയോളം ആഴമുള്ളതാണ്. വെള്ളമൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് അവർക്ക് ഇതിനകത്ത് പാമ്പ് ഉണ്ടെന്ന് മനസ്സിലായിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. കാരണം കുട്ടികൾ എപ്പോഴും എങ്ങനെയുള്ളവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്? നട്ട്കട്ട്, വികൃതികളാണെന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ, കുസൃതികളാണ്. അപ്പോൾ മഖൻപൂരിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഒരു ദിവസം അവരുടെ കൂട്ടം എന്ത് ചെയ്തു, ഈ കുരങ്ങിൻ കൂട്ടത്തെ പോലെയാണെന്നാണ് അവർ തന്നെ സ്വയം പറയുന്ന. ലേഖൻ പറയാണ്, വാനര വൃന്ദത്തെ പോലെയാണ്. എങ്ങനെയാണ് വാനര വൃന്ദം? പോകുന്ന സ്ഥലത്തെല്ലാം അടിച്ച് പറിച്ച് സാധനങ്ങളൊക്കെ തല്ലി പറിച്ചിട്ടിട്ടാണ്, ബഹളം വെച്ച് മരങ്ങളും ചെടികളും ഒക്കെ ഒടിച്ചിട്ടാണ് ആ വഴിയിൽ പോകുന്നത്. അതേപോലെ എല്ലാവരും സ്കൂളിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് ഈ കുട്ടികളെല്ലാം കൂടി വന്ന് കാണുന്ന മാവിലും എല്ലാ ഫ്രൂട്ട്സ്, ചെറിയ ചെറിയ പഴങ്ങളൊക്കെയുള്ള മരങ്ങളിലൊക്കെ കയറി പറിച്ച് എല്ലാം ബഹളം വെച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ദിവസം കിണറിൽ എന്തോ എടുത്ത് വലിച്ചെറിഞ്ഞപ്പോൾ പെട്ടെന്ന് കിണറിൽ നിന്ന് ശബ്ദം കേട്ടു. അപ്പൊ ഇങ്ങനെ കിണറ്റിലേക്ക് ഇങ്ങനെ നിന്ന് അതിനകത്ത് എത്തി നോക്കി. അങ്ങനെ ഏറ്റവും ആദ്യം എത്തി നോക്കിയത് ലേഖകനായിരുന്നു എന്നാണ് ലേഖകൻ നമ്മളോട് പറയുന്നത്. പിന്നെ പിന്നെ ഓരോ ദിവസവും അതൊരു പതിവായിട്ട് മാറി. എല്ലാ ദിവസവും അതൊരു പതിവായിട്ട് മാറി. കാരണം സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തും പോകുന്ന സമയത്തും കിണറിൽ കല്ലെടുത്തെറിയുക, ആ പാമ്പിന്റെ ശബ്ദം കേൾക്കുക, വീണ്ടും എത്തി നോക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഡെയിലി അവരുടെ ജീവിതത്തിൽ, ഒരു ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി. उसके उपरांत सभी ने उछल कर एक टेढ़ा बेंगा और कुएं से आने वाली क्रोधपूर्ण पुरस्कार पर कहे लगाए. എന്ത് ചെയ്യും, ഈ ഓരോ ദിവസവും ഇങ്ങനെ എല്ലാ കുട്ടികളും കൂടെ വന്നിട്ട് ഈ കല്ലെറിയുമ്പോൾ പാമ്പ് വേദനിച്ച് കിടന്ന്
ഉച്ചത്തിൽ ചീറ്റുന്ന ശബ്ദം, അത് കേൾക്കുമ്പോൾ ഇവർക്കൊരു ഹരമാണ്. വീണ്ടും വീണ്ടും അതിനെ എല്ലാവരും അതിനെ കല്ലെടുത്തെറിയാൻ നോക്കും. गांव से मक्खनपुर जाते और मक्खनपुर से लौटते समय प्रायः प्रतिदिन ही कुएं से ढेले डाले जाते थे। मैं तो आगे भाग कर आ जाता था और टोपी को एक हाथ से पकड़कर दूसरे हाथ से ढेला फेंकता था. അപ്പോൾ എല്ലാ ദിവസവും ഇതൊരു പരിപാടിയായിട്ട് മാറി. മക്കൻപൂരിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എല്ലാ ദിവസവും ഈ കിണറിൻ്റെ അടുത്തേക്ക് വരിക, കല്ലെടുത്തെറിയുക, അവിടെ നിന്ന് ബഹളം വയ്ക്കുക. അപ്പോൾ ഈ ഒരു കൈ കൊണ്ട് തൊപ്പി പിടിക്കുക, മറ്റേ കൈ കൊണ്ട് കല്ലുകളൊക്കെ വലിച്ചെറിയുന്ന ഒരു പരിപാടിയായിട്ട് മാറി. ഏക റോസാനാക്കി ആദത് സി ഹോ ഗയി ഥി, എല്ലാ ദിവസവുമുള്ള പരിപാടിയായി, ഒരു പതിവ് ജോലിയായിട്ട് മാറി. शाम से पुरस्कार करवा लेना मैं उस समय बड़ा काम समझता था. അതായത് ആ കിണറ്റിലുള്ള പാമ്പിനെ ദേഷ്യം പിടിപ്പിക്കുക എന്നുള്ളത് ആ സമയത്ത് ഒരു വലിയ ഇഷ്ടമുള്ള ഒരു പരിപാടിയായിട്ട് മാറി. इसलिए जैसे ही हम दोनों उस कुएं की ओर से निकले, कुएं में ढेला फेंककर पुरस्कार सुनने की प्रवृत्ति जागृत हो गई. അപ്പോൾ ഇപ്പോൾ ഇവിടെ പോയിരിക്കുകയാണ്, കത്ത് പോസ്റ്റ് ചെയ്യാൻ പോകുന്ന വഴിയാണ്. പോകുന്ന വഴിയിലും ഈ കിണർ കണ്ടപ്പോൾ എന്ത് ചെയ്തു, പെട്ടെന്ന് പഴയ കാര്യം എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം ഓർത്തിട്ട് അതേ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങി. മേ കുയ്യക്ക് ഓർ പെട, ഞാൻ പെട്ടെന്ന് ആ കിണറിൻ്റെ അടുത്തേക്ക് ഓടി. മേ ഛോട്ടാ ഭായി മേരെ പീച്ചെ ഐസേ ഹോ ലിയ ജൈസേ, അതായത് എൻ്റെ ഇളയ സഹോദരനുമുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ അവൻ എൻ്റെ കൂടെ എൻ്റെ പിറകെ വന്നു. എങ്ങനെയാണ്, മൃഗശാവകെ പീച്ചെ ഛോട്ടാ മൃഗശാവക് ഹോ ലേതാ ഹേ, അതായത് ഹിരൺകാ ബച്ച, മാനിൻ്റെ കുഞ്ഞില്ലേ, മാൻകുട്ടി, ആ മാൻകുട്ടി അമ്മ മാനിൻ്റെ കൂടെ പുറകെ തുള്ളിച്ചാടി നടക്കുന്നത് പോലെ ഞാൻ പോയത് എൻ്റെ പുറകെ എൻ്റെ സഹോദരനും, എൻ്റെ ഇളയ സഹോദരനും അതിൻ്റെ പുറകെ തന്നെ എന്നെ പിന്തുടർന്ന് വന്നു. कुएं के किनारे से एक ढेला उठाया और उछलकर एक हाथ से टोपी उतारते हुए सांप पर ढेला गिरा दिया. അപ്പോൾ ആ ഒരു ഇതെടുത്തിട്ട് എന്ത് ചെയ്തു, ആ കിണറിൻ്റെ സൈഡിൽ ചെന്നിട്ട് ഒരു കമ്പെടുത്തിട്ട് ഒരു കല്ലുമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരു കൈ കൊണ്ട് തൊപ്പി ഇങ്ങനെ പിടിച്ചിട്ടാണ് അത് ചെയ്തത്. പാർ മുച്ചുപ്പർത്തോ ബിജലി സി ഗിർപ്പടി, എന്താണ്, സാമ്പിനെ പുസ്കാർ മാരിയാ നെഹി ढेला उसे लगाया नहीं യഹ് ബാത് അബ് തക് സ്മരൺ നഹി, അതായത് പക്ഷെ എനിക്ക് പെട്ടെന്നൊരു എന്താണ് ഈ കറണ്ട് പാസ് ചെയ്ത പോലെ ഒരു അനുഭവമാണ്. എന്താണ് നോക്കിയേ, സാമ്പിനെ പുസ്കാർ മാരിയാ നഹി, പാമ്പ് ചീറ്റിയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ढेला उसे लगाया नहीं, ഞാൻ എറിഞ്ഞ വസ്തു അതിനകത്ത് കൊണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. യഹ് ബാത് അബ് തക് സ്മരൺ നഹി, ഇപ്പോഴും എനിക്കതൊന്നും ഓർമ്മയില്ല. टोपी के हाथ में लेते ही तीनों चीटियां चक्कर काटती हुई कुएं में गिर रही थी. കാര്യം എന്താണ്, പെട്ടെന്നൊരു മിന്നൽ പിണര് പോലെ വൈദ്യുതി കടന്നുപോയതുപോലെ തോന്നാൻ കാര്യം എന്തായിരുന്നു, തൊപ്പിന്ന് കൈ വിട്ടുടൻ തൊപ്പിയിലിരുന്ന 3 കത്തുകളും കിണറ്റിനുള്ളിലേക്ക് വീണു. अकस्मात जैसे घास करते हुए हिरण की आत्मा गोली से खत्म होने पर निकल जाती है और वह तड़पता रह जाता है, उसी भांति वे चिट्टियां क्या टोपी से निकल गई, मेरी तो जान निकल गई. അതായത് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഈ പുല്ലൊക്കെ ചവച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനുകളൊക്കെ, മാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി ഇങ്ങനെ പുല്ലൊക്കെ ചവച്ച് അവിടെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വേട്ടക്കാരൻ്റെ വെടിയേറ്റ് വീണത് മരണം കണ്ടുകൊണ്ട് പിടയ്ക്കുന്നത് പോലെ, അതായത് മരണാസനായി അത് പിടയ്ക്കുന്നത് പോലെയാണ്. അതേ ഒരു ഫീലിങ്സ് ആണ് എനിക്കുണ്ടായത്. കാരണം എൻ്റെ കയ്യിലിരുന്ന കത്ത് പോയപ്പോഴത്തേക്ക് അത്ര ഒരു ടെൻഷൻ, അതേപോലുള്ളൊരു വേദനയാണ് എനിക്ക് തോന്നിയതെന്നാണ് പറഞ്ഞത്. ഉസി ഭാന്തി ചിട്ടിയാം ക്യാ ടോപ്പി സേ നിക്കൽ ഗയി മേരി തോ ജാൻ നിക്കൽ ഗയി, എൻ്റെ ജീവൻ പോയി എന്ന് വേണം പറയാൻ. കാരണം എന്താ, ലേഖൻ പറയുന്നത് മൂത്ത ജ്യേഷ്ഠനാണ്, നല്ല അടി കിട്ടും, വഴക്ക് കിട്ടും, അല്ലേ, പണിഷ്മെന്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതേ ഫീലിങ്സ് ആണ് എനിക്ക് ഉണ്ടായതെന്നാണ് ലേഖകൻ പറയുന്നത്. ഉൻകെ ഗിർത്തെ ഹി മേനെ ഉൻകോ പകട്നെ കെ ലിയേ ഏക് ചപ്പട്ടാഫി മാരാ, കത്ത് താഴേക്ക് വീഴുന്ന സമയത്ത് പെട്ടെന്ന് അത് പിടിക്കാനായിട്ട് ഞാനിങ്ങനെ ചാടി അത് പിടിക്കാനായിട്ട് ശ്രമിച്ചു. ठीक वैसे वैसे घायल शेर शिकारी को पेट पर चढ़ते देख उस पर हमला करता है. അതായത് എങ്ങനെയാണ്, മുറിവേറ്റ സിംഹം എങ്ങനെയാണ്, വേട്ടക്കാരൻ മരത്തിൽ കയറുന്ന കണ്ട് അതിനെ ആക്രമിക്കാൻ ചെയ്യുന്നത്. സാധാരണ ചിലപ്പോൾ നമ്മൾ കാർട്ടൂണിലും ഒക്കെ കാണാറുണ്ട്, ചിലപ്പോൾ വേട്ടക്കാരൻ്റെ വെടിയേറ്റ് ചെറിയ കാലിലെവിടെയും വെടിയേറ്റിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചാക്രമിക്കാൻ സമയം കിട്ടിയാൽ അത് അവനെ കൊല്ലും, ഇല്ലേ. അതേപോലെയുള്ളൊരു അവസ്ഥയിലായിരുന്നു ഞാൻ എന്നാണ് ലേഖകൻ പറയുന്നത്.
पर वे तो पहुंच से बाहर हो चुकी थी. പക്ഷേ ഞാൻ കൈയിട്ട് ഇങ്ങനെ കത്ത് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും എൻ്റെ പിടി എത്തുന്നതിന് മുമ്പ് തന്നെ കത്ത് താഴേക്ക് കിണറ്റിനുള്ളിലേക്ക് വീണു. उनको पकड़ने की घबराहट में मैं स्वयं झटके के कारण कुएं में गिर गया होता. എന്താണ് ഈ ചാടി കത്ത് പിടിക്കാന്നുള്ള രീതിയിൽ കിണറ്റിന്റെ പക്കത്ത് നിന്നിട്ട് ചാടി കത്ത് പിടിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു ഉലച്ചിലിൽ ആ പെട്ടെന്നുണ്ടായ ഒരു ഇതില് ഞാനും കിണറ്റിലേക്ക് വീണു. कुएं के पाट पर बैठे हम गिर गया कारण कुएं में गिर गया होता. സ്വയം ചട്ടके कारण കുയെ में गिर गया होता. അപ്പോൾ അങ്ങനെ വീഴുമായിരുന്നു. ആ ഒരു കിണറിൻ്റെ ഉള്ളിലേക്ക് വീഴുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത്. കുയെ की पाट पर बैठे हम रो रहे थे. ഞങ്ങൾ എന്ത് ചെയ്തു, രണ്ടുപേരും ആ കിണറിന്റെ റിങ്ങിലേക്ക് ഇരുന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ സൈഡിൽ ഇരുന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. छोटा भाई दाढ़े मारकर और मैं चुपचाप आंगे डबडबाकर. എന്താണ് ചോട്ടെ ഭായി, ഇളയ സഹോദരൻ എങ്ങനെ കരയുകയാണ്, വളരെ ഉച്ചത്തിൽ ഏകലടിച്ച് കരയുകയാണ്. കത്ത് പോയി, ഇനി വീട്ടിലേക്ക് ചെന്നിട്ട് ഒരു കാര്യമില്ല, ചേട്ടന്റെ അടി കിട്ടുമെന്നുള്ള പേടിയുണ്ട്, അവൻ ഉച്ചത്തിൽ കരയുകയാണ്. മാർക്കർ അവർ മേം ചുപ്ചാപ്പ് ആങ്കേ ഡബഡബാക്കർ. ഞാനാണെങ്കിലോ മിണ്ടാതിരുന്നിട്ട് ഇങ്ങനെ കണ്ണീന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. पतीली में उफान आने से ढकना ऊपर उठ जाता है और पानी बाहर टपक जाता है. निराशा पिटने के भाई और उद्वेग से रोने के उफान जाता था. पलकें के ढकने भीतरी भावों को रोकने का प्रयत्न करते हैं पर कपोलों पर आंसू ढुलक ही जाते हैं. എന്താ, എൻ്റെ സഹോദരനാണെങ്കിൽ ഉച്ചത്തിൽ കരയാണ്, ഭയങ്കര ശബ്ദത്തിൽ ഏങ്ങലടിച്ച് കരയുന്നു. ഞാനാണെങ്കിലോ മിണ്ടാതെ കരയാണ്. പത്തേലി में उफान आने से ढकना ऊपर उठ जाता है. എന്താ പറഞ്ഞിരിക്കുന്നത്, പത്തേലി में, അതായത് ഈ സാധാരണ ലേഖകൻ പറയാണ്, എന്താ പറഞ്ഞിരിക്കുന്നത്, മാർക്കർ और मैं चुपचाप आगे डबडबाकर. पतीली में उफान आने से ढकना ऊपर उठ जाता है और पानी बाहर टपक जाता है. ഇപ്പൊ നമുക്ക് കിണറ്റിലൊക്കെ എന്തെങ്കിലും വീണാൽ എന്ത് ചെയ്യും, നമുക്ക് തൊട്ടി തൊട്ടി അല്ലേ, അതിനെന്താ പറയുക, കിണറിൽ ബക്കറ്റ് ഇട്ടിട്ട് തൊട്ടി ഇട്ടിട്ട് നമ്മൾ വെള്ളം കോരി എടുത്ത് നമുക്ക് എടുക്കാം, അതിനെ എടുക്കാം, പുറത്തേക്ക് എടുക്കാം. പക്ഷേ ചില സമയത്ത് നമുക്ക് അതൊന്നും പറ്റത്തില്ല. കാര്യം എന്തായിരിക്കും, അത് മുകളിലേക്ക് എടുക്കാനായിട്ട് കത്താണ് വേണ്ടത്, നമ്മൾ പേപ്പറാണ് താഴെ വീണെങ്കിൽ എന്ത് ചെയ്യും, വെള്ളം പറ്റി ചിലപ്പോൾ അതങ്ങ് നനഞ്ഞു പോകും അല്ലേ. നമ്മൾ വെള്ളം കോരാനിടുന്ന സാധനം മുകളിൽ നിന്ന് താഴേക്ക് ഇടുമ്പോൾ തന്നെ അത് ഇട്ടിട്ട് ചിലപ്പോൾ അത് മുകളിലേക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല, അത് നനഞ്ഞ് പോകും. അപ്പോൾ നിരാശ പിട്ടേക്ക് ഫയർ और उद्वेग से रोने का उफान आता था. അതായത് നിരാശ, ഇനി എന്ത് ചെയ്യും, കത്ത് പോയി കഴിഞ്ഞു അല്ലേ, ഇനി എന്ത് ചെയ്യുമെന്നുള്ള നിരാശയും ഭയവും ഒക്കെ കൊണ്ട് ആകെപ്പാടെ അവർ ആ കിണറിന്റെ സൈഡിൽ കല്ലിലിരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. पलकों के ढकने भीतरी भावों को रोकने का प्रयत्न करते थे पर कपोलों पर आंसू धुलक ही जाते थे. അതായത് എന്താണ്, ഈ കൺവീലികൾ നനയാതിരിക്കാൻ അല്ലെങ്കിൽ കരയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് എത്ര ശ്രമിച്ചിട്ടും കണ്ണുനീര് താഴേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചേട്ടനെ പേടിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യും, ചേട്ടൻ ശരിക്കും എന്താണ് നല്ല പണിഷ്മെന്റ് ഇതിൽ തരും എന്നുള്ള ഭയം കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാം കി ഗോദ് കി യാദ് ആതി ഥി. അതായത് അമ്മയുടെ മടിയിലിരിക്കുന്ന ഒരു ഓർമ്മ. ജി ചാഹത്താ താ കി മാം ആക്കർ ഛാത്തി മേ ലഗാ ലേ ഔർ ലാഡ് പ്യാർ കർക്കെ കഹ് ദേ കി കോയി ബാത് നഹീ ചിട്ടിയാ കർ ലിഖ് ലീ ജായേഗി. അപ്പോൾ അവർ ആഗ്രഹിച്ചത് എന്താണ്, അമ്മയൊന്ന് ഓടി വന്നിട്ട് ഞങ്ങളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞിരുന്നെങ്കിൽ, പോട്ടെ സാരമില്ല, കത്ത് പോണെങ്കിൽ പോട്ടെ, നിങ്ങൾ വിഷമിക്കണ്ട, നമുക്ക് വേറെ കത്ത് എഴുതി പോസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ അമ്മ ഞങ്ങളെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് ഒന്ന് അടക്കി പിടിച്ച് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. जी चाहता था कि माम आकर छाती से लगा ले और लाड प्यार करके कह दे कि कोई बात नहीं, चिट्ठियां फिर लिख ली जाएंगी. तबीयत करती थी कि कुएं में बहुत सी मिट्टी डाल दी जाए और घर जाकर कह दिया जाए कि चिट्ठी डाल आए, पर उस समय में झूठ बोलना जानती ही न था. പിന്നെ കുറെ കാര്യങ്ങൾ പറയാം. എന്താണ് ആരോഗ്യത്തിന് നല്ലത്, എന്താണ് വീട്ടിൽ ചെന്ന് പറയാം, പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കത്ത് അല്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റി, അത് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടും. പക്ഷേ നമുക്ക് വീട്ടിൽ ചെന്ന് പറയാം, വേണമെങ്കിൽ ചെന്ന് പറയാം. എങ്ങനെയാണ്, ഞങ്ങൾ കത്ത് പോസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നതെന്ന് പറയാം. പക്ഷെ ആ സമയത്ത് കള്ളം പറയാനുള്ളൊരു മനസ്സ് എനിക്ക് തോന്നിയില്ല. घर लौट कर सच बोलने पर रुई की तरह दुनाई होती. എന്താണ്, വീട്ടിൽ ചെന്ന് സത്യം പറയുകയാണെങ്കിലോ
പഞ്ഞി തല്ലുന്നത് പോലെ അടി കിട്ടും. നമ്മൾ എന്താണ് പഞ്ഞി തല്ലി എടുക്കാറില്ലേ, ഈ പരുത്തി ചെടികളിൽ നിന്ന് പഞ്ഞി മരത്തിൽ നിന്ന് പഞ്ഞിക്ക പറിച്ചിട്ട് അതിനെ ഇങ്ങനെ അടിച്ച് പൊട്ടിച്ചിട്ടാണ് പഞ്ഞി സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതേപോലെ നല്ല തല്ല് കിട്ടും. മാർക്കെ ഖയാൽ സെ ശരീർ ഹി നഹി മൻ ഹി കാം ജാതാ ഥാ. അടിയുടെ ഓർമ്മയിൽ എന്താണ്, മനസ്സ് മാത്രമല്ല ശരീരവും വിറയ്ക്കാൻ തുടങ്ങി. ശരീരത്തിലെ വേദന മാത്രമല്ല, മനസ്സിലേക്കുന്ന ക്ഷതവും അതുകൂടി ഓർത്തിട്ട് ഭയങ്കര ടെൻഷനായി. सच बोलकर पिटने के भाभी भाई और झूठ बोलकर चिट्ठियों के न पहुंचने की जिम्मेदारी के बोझ से दबा में बैठा सिसक रहा था. അതായത് സത്യം പറഞ്ഞാൽ അടി കിട്ടും. ഇനി കത്ത് പോസ്റ്റ് ചെയ്തെന്നൊരു കള്ളം പറഞ്ഞാലോ, ആ കത്തിന് എവിടെയാണോ അയക്കേണ്ടത് ആ കത്ത് അവിടെ ചെന്നില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം, അതോർത്തപ്പോ എന്ത് ചെയ്യണം എന്നറിയാതെ ഉള്ള ടെൻഷനായി. इसी सोच विचार में 15 मिनट होने को आए. ഈ വിചാരത്തിൽ ഞങ്ങൾ ഒരു 10-15 മിനിറ്റ് അവിടെ തന്നെ ഇരുന്നു. देर हो रही थी और उधर दिन का बूढ़ापा बैठा जाता था. അതായത് വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുകയാണ്, സമയം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുന്നു. कहीं भाग जाने को तबीयत करती थी पर पिटने का भय और जिम्मेदारी को दुधारी तलवार कलेजे पर फिर रही थी. അതായത് ഒന്നെങ്കിൽ ആരോഗ്യത്തിന് നല്ലത് ഇവിടുന്ന് എവിടെയെങ്കിലും ഓടി പോകുന്നതാണ്. പക്ഷേ എന്താണ്, ഒന്നെങ്കിൽ കത്ത് പോസ്റ്റ് ചെയ്തു എന്ന് കള്ളം പറയാം, അല്ലെങ്കിൽ കത്ത് എന്ത് ചെയ്തില്ല, പോയി എന്നുള്ള സത്യം പറയാം. ഏതായാലും രണ്ട് കാര്യവും ഓർത്തിട്ട്, രണ്ട് കാര്യവും ഒരേപോലെയാണ്, രണ്ടിനും അടി കിട്ടും. കത്ത് പോയെന്ന് പറഞ്ഞാലും അടി കിട്ടും, കത്ത് പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ കള്ളത്തരം പിന്നീട് അറിയുമ്പോൾ അതിൽ നിന്നും അടി കിട്ടും. ഇത് രണ്ടും ഒരേപോലെയാണ്, രണ്ടും ഒരേപോലെ ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. ഇത് ഓർത്തിട്ട് അവർക്ക് എന്താണ്, ലേഖകന് ഒട്ടും എന്താണ് ഇത് തോന്നിയില്ല, ആശ്വാസം തോന്നിയില്ല. ഏതായാലും ഇത് വളരെ വലിയൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ പേജ് നമ്പർ 10ഉം 11ഉം ആണ് നമ്മളിന്ന് പഠിച്ചത്. നിങ്ങളെല്ലാവരും ഈ 2 പേജും നന്നായിട്ട് വായിക്കുക. ഇത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് വായിച്ചെടുക്കും. കുട്ടിക്കാലത്ത് ഓരോരുത്തരും കാണിക്കുന്ന വികൃതികളൊക്കെയാണ്. നമ്മളും ചിലപ്പോൾ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കള്ളം പറയും, ചിലപ്പോൾ എന്ത് ചെയ്യും, സത്യം പറയും, സത്യം പറഞ്ഞാൽ അടി കിട്ടും, ചിലപ്പോൾ അടി കിട്ടത്തില്ല, സത്യം പറയുമ്പോൾ എന്ത് ചെയ്യും, ആ സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് ആശ്വാസ വാക്കുകൾ കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ചില ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ 2 പേജ് നമ്പർ 11ഉം പേജ് നമ്പർ 10ഉം നന്നായിട്ട് വായിക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ് നിർത്താം. താങ്ക് യു.